3.3 കിലോവാട്ടിൻ്റെയാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. മൂപ്പൻസ് തന്നെയാണ് പേപ്പർ വർക്ക് എല്ലാം ചെയ്തു തന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ബോധറേ ചെയ്തില്ല, നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിന് KSVക്കാരാണ് ഈ മൂപ്പൻസിൻ്റെ ഒരു സജഷൻ തന്നതും. ഒരു ബെറ്റർ ചോയ്സ് എന്ന് ഞാൻ പറയുള്ളൂ മൂപ്പൻസ് എന്ന് പറയുന്നത്. വിളിച്ചു കഴിഞ്ഞാൽ മതി, നമുക്ക് ഓൺ ദ സ്പോട്ട് സപ്പോർട്ടിങ് കിട്ടുന്നുണ്ട്. വന്ന് കറക്റ്റ് ടെസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അവരിലൂടെ നമുക്കൊരു തലവേദന ഉണ്ടാവില്ല. റേറ്റ് ഇപ്പോൾ ഫിക്സഡ് റേറ്റിലേക്ക് വന്നപ്പോൾ നമുക്ക് 150-200 എന്ന റേഞ്ചിലോട്ട് വന്നു തുടങ്ങി. പിന്നെ ഇയർലി അവസാനം നമുക്കൊരു എമൗണ്ട് തിരിച്ച് കിട്ടുന്ന രീതിയിലോട്ട് തന്നെ പോയിരിക്കുന്നത്. അസറ്റ് തന്നെയാണ്. ലോങ് ടൈം നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കര ലാഭം തന്നെയാണ്. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇതാണ്. നമുക്ക് കറണ്ട് ബില്ലിനെ പേടിക്കേണ്ട റീയൂസബിൾ എനർജി സോഴ്സ് ആണല്ലോ സോളാർ എന്ന് പറയുന്നത്. EV എടുക്കാൻ താല്പര്യമുള്ളവരെല്ലാം നിർബന്ധമായിട്ടും സോളാർ പാനൽ വെക്കുന്നതായിരിക്കും സൗകര്യം. ബെനിഫിറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാനത് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എൻ്റെ പേര് സിബു എന്നാണ്. ഞാൻ പാലക്കാട് പുഴയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഞാനൊരു എക്സിബിഷൻ വരുന്നു KSVയുടെ. അവരത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ KSVക്കാരാണ് ഈ മൂപ്പൻസിൻ്റെ ഒരു സജഷൻ തന്നതും. 3.3 കിലോവാട്ടിൻ്റെയാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 2 വർഷത്തിനടുത്തായി. നമുക്കൊന്നും അറിയേണ്ടി വന്നില്ല, അവരെല്ലാം ചെയ്ത് പോയത്. നമ്മൾ ബുക്ക് പറഞ്ഞു. പിന്നീട് അവരുടെ പേപ്പർ വർക്കെല്ലാം മൂപ്പൻസ് തന്നെയാണ് പേപ്പർ വർക്കെല്ലാം ചെയ്തു തന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ബോധറേ ചെയ്തില്ല, നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം നമുക്കിതിൻ്റെ മുകളിൽ ഒരു സ്ട്രെസ് ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത്. അതുൾപ്പെടെ അവർ ചെയ്തു തരും. നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല. നമ്മൾ ജസ്റ്റ് അവരോട് പറഞ്ഞു, അവർ കാര്യങ്ങൾ ചെയ്തു തന്നു, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ സർവീസൊക്കെ മൂപ്പൻസിന് നല്ല തന്നെയുണ്ട്. പിന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ മതി, നമുക്ക് ഓൺ ദ സ്പോട്ട് സപ്പോർട്ടിങ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ തലവേദനയില്ല. അതുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. 100% റെക്കമെൻഡ്. കാരണം നമുക്ക് മറ്റുള്ളതേ പോലെയല്ല, നമുക്കൊരു ടെൻഷനില്ല. നമുക്ക് വിളിച്ചാൽ എനിക്ക് പറഞ്ഞില്ല, അസിസ്റ്റൻറ്റ് നമ്മൾ ഫോണിലൂടെ ആയാലും വന്ന് കറക്റ്റ് ടെസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് അവർ. അതുകൊണ്ട് നമുക്കൊരിക്കലും അവരിലൂടെ നമുക്കൊരു തലവേദന ഉണ്ടാവില്ല. ഒരു ബെറ്റർ ചോയ്സ് എന്ന് ഞാൻ പറയുള്ളൂ മൂപ്പൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് മൊത്തത്തിലൊരു കുറച്ചിൽ വല്ലാതെ കുറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം ഒരു 1500 റേഞ്ച് വന്നത് ഇപ്പോൾ ഏകദേശം 150 ഫിക്സഡ് ചാർജിലോട്ട് വന്നു. പിന്നെ ഇയർലി അവസാനം നമുക്കൊരു എമൗണ്ട് തിരിച്ച് കിട്ടുന്ന രീതിയിലോട്ട് തന്നെ പോയിരിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഇതുവരെ. അതുപോലെ 1500 റേഞ്ചിന് വന്നിരുന്നു. ഇപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഫിക്സഡ് റേറ്റ് 150-200 എന്ന റേഞ്ചിലോട്ട് വന്നു തുടങ്ങി. ഈവൻ നമ്മൾ ഏപ്രിൽ മെയ് മാസത്തിൽ പോലും നമുക്ക് കറണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയിലോട്ടാണ് വരുന്നത്. അല്ലാതെ നമുക്കൊരിക്കലും കറണ്ട് KSVക്ക് പണ്ടത്തെ പോലെ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. AC ഉണ്ട്. അതുപോലെ അടുക്കളയിലാണ് മെയിനായിട്ട് ഇൻഡക്ഷൻ, അതുപോലെ മറ്റ് ഓവൻ അല്ലെങ്കിൽ ധാരാളം യൂസ് ചെയ്യുന്നതാണ്. അതാണ് മെയിനായിട്ടും വരുന്നത് കറണ്ട് ബില്ല്. ഫാൻ പണ്ട് XCക്ക് മുമ്പ് ഈ ഫാൻ മിക്കവാറും എല്ലാ റൂമിനും ഫാനിട്ട് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ആരെയും AC ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഏപ്രിൽ മെയിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വന്നത്. കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത് അതെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റേറ്റ് ഇപ്പോൾ ഫിക്സഡ് റേറ്റിലേക്ക് വന്നപ്പോൾ നമുക്ക് വലിയ തലവേദനയില്ല. അസറ്റ് തന്നെയാണ്. ലോങ് ടൈം നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കര ലാഭം തന്നെയാണ്. ലോങ് ടൈം നോക്കുന്നത്. ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ അതൊരു നോക്കുന്നതിനേക്കാൾ ലോങ് ടൈം എടുക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു ബെനിഫിറ്റ് തന്നെയാണ്, ഒരു അസറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇതാണ്. നമുക്ക് കറണ്ട് ബില്ലിനെ പേടിക്കേണ്ട റീയൂസബിൾ എനർജി സോഴ്സ് ആണല്ലോ സോളാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാനത് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. EV കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു സ്കൂട്ടർ EV തന്നെയാണ്. പിന്നെ ഒരു 4-wheeler എടുക്കണമെന്നുണ്ട് EV. അതുകൊണ്ട് എപ്പോഴും EV എടുക്കാൻ താല്പര്യമുള്ളവരെല്ലാം നിർബന്ധമായിട്ടും സോളാർ പാനൽ വെക്കുന്നതായിരിക്കും സൗകര്യം. 100% ഹാപ്പി തന്നെയാണ്.